ഐക്യു എന്ന ബ്രാൻഡിന്റെ ഐക്യു ന്യൂ 9s Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്യു ന്യൂ 9s Pro എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.78 ഇഞ്ചിന്റെ 1.5K ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. അപ്പോൾ ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. OLED പാനൽ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ LTPO എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് നമുക്ക് 1 ഹെർട്സിന്റെയും 144 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഡിസ്പ്ലേയിൽ 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 9300 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇത് MediaTekന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ ഇത് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു സ്മാർട്ട് ഫോൺ 34,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ മികച്ച ഒരു പ്രോസസ്സർ തന്നെയാണ്. എന്തായാലും നല്ലൊരു പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫോണിന്റെ ബേസ് വേരിയന്റിൽ 12 GB റാമും 256 GB ഇന്റേണലും വരുന്നുണ്ട്. പിന്നെ 12 GB റാമും 512 GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 16 GB റാമും 512 GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 16 GB റാമും 1 TB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5Xന്റെ റാമും അതുപോലെ തന്നെ UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോൺ പെട്ടെന്ന് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് 6K VC ലിക്വിഡ് കൂളിംഗ് പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഇത് സോണി IMX920യുടെ സെൻസറാണ്. പിന്നെ ഇതിൽ വോയിസിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് കൂടാതെ 50 മെഗാ പിക്സലിലെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം നല്ല തിരക്കില്ലാത്ത ക്യാമറ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5160 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ചാർജിങ് സ്പീഡ് ഇതിൽ വരുന്നുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2999 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 34,500 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഓൺ പേപ്പർ അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്. നല്ലൊരു ബാറ്ററി സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വില മിക്കവാറും ഒരു 45,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടെങ്കിലും എത്തിയേക്കാം. ഇവൻ ചിലപ്പം കുറച്ചും കൂടി കൂടാനും ചാൻസ് ഉണ്ട്. ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വരെയും എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഐക്യു ന്യൂ 9s Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.